ആൾക്കാരെ പരിശീലിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധരാക്കി മാറ്റാതെ തെരുവിലേക്ക് ഇറങ്ങി വരൂ, ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരൂ. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കൂ. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് അടിപതറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് റംസാനാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇഫ്താർ വിരുന്നുകൾ നടത്തി ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇനി വരുന്ന ആഴ്ച വലിയ വലിയ ആഘോഷങ്ങളാണ്, വിഷുവും ഈസ്റ്ററും ഒക്കെ. നിങ്ങളൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ, വീടുകളിലിരുന്ന് വിശ്രമിക്കുമ്പോൾ നോക്കൂ, ഈ തീ വെയിലത്ത് വന്ന് കിടക്കുന്ന ഈ കഴിഞ്ഞ 50 ദിവസമായി കിടക്കുന്ന ഈ സ്ത്രീകൾ കഴിഞ്ഞ 12 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. അത് നിങ്ങൾ കാണണം. ഇതിന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി കണക്ക് തീർക്കും? നിങ്ങൾക്ക് കണക്ക് തീർക്കേണ്ടുന്ന, നിങ്ങൾ കണക്ക് പറയേണ്ടുന്ന ഒരു കാലം അതിവിദൂരമല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇവിടെ ഇതുപോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സ്ത്രീകൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ കാലങ്ങളിലും അതിന് ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട് നെറികെട്ട ഭരണാധികാരികൾക്ക്. ആ നെറികളാണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ ഉത്തരം പറഞ്ഞ് ഈ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് നിങ്ങൾ പോകേണ്ടുന്ന അവസരമുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് 50ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ മുടിമുറിക്കൽ സമരവുമായി പോവുകയാണ്. 12 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. പക്ഷേ ഇതിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എടുക്കുവാൻ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതും ഡിമാൻഡ് നേടിയെടുക്കാതെ അവസാനത്തെ ആശയം ഇവിടെ അവശേഷിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും. കേരളത്തിന്റെ പൊതുസമൂഹം ഞങ്ങളോടൊപ്പമാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളോടൊപ്പമല്ല കപട ഭരണാധികാരികളെ, വഞ്ചകരെ നിങ്ങൾ തിരിച്ചറിയുക. ഈ പൊതുസമൂഹം നിങ്ങളോടൊപ്പമല്ല, കേരള ജനത ഞങ്ങളോടൊപ്പമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പണിയെടുക്കുന്നവൻ ഞങ്ങളോടൊപ്പമാണ്. ആ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കഴിഞ്ഞ 50 ദിവസമായി ഇവിടെ പരിരക്ഷിക്കുന്നത് ഈ പൊതുസമൂഹത്തിന്റെ രക്ഷാ കവചമാണ്. ഈ രക്ഷാ കവചത്തിനുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. വെയിലിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പട്ടിണി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ ഒരു നശീകരണ ആയുധത്തിലും കയറാൻ കഴിയാത്ത തരത്തിലുള്ള അതിശക്തമായ ഒരു സംരക്ഷണ വലയം കേരള പൊതുസമൂഹം ഞങ്ങൾക്കായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവസാനത്തെ ആളുകൾ അവശേഷിക്കുന്നത് വരെ ഈ സമരത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും. ഇനിയും നിങ്ങൾക്ക് ഭരണതലത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ തകർക്കുവാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഞങ്ങൾ തകരില്ല. ഓരോ ദിവസം കഴിയുന്നവരും തകർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ മാത്രമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട്, മുഴുവൻ ആശാ സഹോദരിമാരെയും ഈ മുടിമുറിക്കൽ പ്രതിഷേധ സമരത്തിൽ നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആ പ്രയാസമുള്ള കാര്യവും ഈ നോബിളായിട്ടുള്ള ഏറ്റവും ഉദാത്തമായ ഡിമാൻഡിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുവാൻ സ്ത്രീകൾ തയ്യാറാകുന്ന അനിതര സാധാരണമായ ഒരു ചരിത്ര മുഹൂർത്തമാണിത്. അതിന് തയ്യാറായ മുഴുവൻ ആശാ സഹോദരിമാരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുടി അഴിച്ചിട്ടുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ മുറിക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സഹന സമരം, ഇതുപോലൊരു ത്യാഗ സമരം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർവദേശീയ തലത്തിൽ തന്നെ മുടിമുറിക്കൽ ഒരു സമരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇറാനിലൊരു സ്ത്രീയുടെ ഒരു ഹിജാബ് നിഷേധിച്ചതിൽ നിന്നുണ്ടായുള്ള അതിക്രമത്തിനിരയായി ലോകം മുഴുവൻ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സോഫിയ കിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിരവധി ആളുകൾ അടങ്ങിയ ഒരു സദസ്സിനെ സാക്ഷിയായി
അവരുടെ മുടി മുറിച്ചത് ചരിത്രത്തിൽ വലിയ നോവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ ഇത്രയും ദിവസമായിട്ട് 50ാമത്തെ ദിവസവും സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു വ്യാജ ഇടതുപക്ഷ ഗവൺമെന്റിന് മുന്നിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. നമുക്കറിയാം ആരാണ് ഈ ആശമാർ, അത് ഇതിനകം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അതിജീവന സമരത്തിന്റെ 50ാം ദിവസവും രാപ്പകൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 12ാം ദിവസവുമായ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമാർന്ന ഒരു സമര പരിപാടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആശാ വർക്കർമാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുടി മുറിച്ചുകൊണ്ട് ആണ് ഈ പ്രതിഷേധത്തിൽ ഇന്ന് പങ്കുചേരുന്നത്. ധാരാളം ആളുകൾ വന്നെത്തിച്ചേരാനുണ്ട്. നമുക്കിവിടെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുവാൻ ചില വൈദിക ശ്രേഷ്ഠർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഫാദർ ഡോക്ടർ VM മാത്യുവിനെ വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. സമരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഹന സമരം വിജയിക്കുക തന്നെ വേണം. ഈ സഹന സമരം വിജയിക്കുമ്പോൾ സഹന സമര പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ഈ സമരം എന്തിനു വേണ്ടിയുള്ള സമരമാണ്? ഈ സമരം എന്താവശ്യം നേടിയെടുക്കാനുള്ള സമരമാണ്. ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്നതും ഈ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഈ സമരത്തിന് ഇന്ന് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ സമരം വിജയിക്കണം എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടാകുക. എപ്പോഴാണ് നമ്മുടെ കടമെല്ലാം തീർന്ന് സർക്കാരിന് കുറച്ച് കാശ് വന്ന് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ സമരം നിർത്തിപ്പോകണം. ഒന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങളൊക്കെ സ്ഥലം എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ കൂലി വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് 50 ദിവസമായപ്പോൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചത്. ഇത് വേഗം തീരും എന്ന് പ്രതീക്ഷിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ തീരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സകല സമരങ്ങൾ എന്നും നമ്മുടെ മുൻപിലുണ്ട്. ഈ വിഷയപ്പോലുള്ള ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ വേദിയിൽ ഫാദർ രാജു P. ജോർജ്, ഫാദർ D. സുനിൽ, RSP കേന്ദ്ര ഇന്ന് മുട്ടയടിക്കുന്നുണ്ട്, മുടി മുറിക്കുന്നുണ്ട്. ഇതൊരു സവിശേഷമായ സമരമാണ്. അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കുള്ള ഒരു താക്കീത് കൂടിയാണിത്. ഞങ്ങളല്ല ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ശ്രീമതി P. ഉഷ പറഞ്ഞതുപോലെ ലോകത്ത് നടക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിലിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണത്. ഞങ്ങൾക്ക് കരച്ചിൽ വരില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടെ മുഴുവൻ ആശാവർക്കർമാരും തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ മുടി മുറിക്കാൻ എത്തിയിരിക്കുന്നത്. ആരും കരയില്ല. അങ്ങനെ കരഞ്ഞ് തലതാട്ടിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മുടി മുറിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ മുടിമുറി ഇത് ഈ കേരളമെമ്പാടും പടരട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന് അറേഞ്ച് ചെയ്ത്
നിങ്ങളൊന്ന് സ്ഥലം എടുത്ത് നിൽക്കുകയാണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സഹകരിക്കണം. ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ചവരാണ്. നിങ്ങളൊന്ന് സഹകരിച്ച് സ്ഥലം എടുത്ത് നിന്നെങ്കിൽ മാത്രമേ നോക്കാം. എല്ലാവരും ഒരേ സമയം മുറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഈ പൊതുവായ ഇതിനകത്ത് വേർപെട്ട് പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ദയവായി സഹകരിക്കണം. ഫോട്ടോഗ്രാഫർമാരും മാധ്യമപ്രവർത്തകരും ഞങ്ങളുടെ വിപുലമായ അഭ്യർത്ഥനയാണ്. നമ്മുടെ ഇരുവശത്തും രണ്ട് വശത്തും ആളുകൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മറ്റു തരത്തിൽ പറഞ്ഞാൽ സമരമാണെങ്കിൽ പോലും കണ്ടുനിൽക്കുന്നവർക്ക് ഒരു സങ്കടം തോന്നുന്ന രീതിയിലുള്ള സമര രീതിയാണിത് എന്ന കാര്യം തർക്കമില്ല. 2 തവണ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണ എല്ലാവരും ചോദിക്കുന്നത് പോലെ വളരെ വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 50 ദിവസമായി ഈ തെരുവോരത്തിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റിനെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മളെ അധിക്ഷേപിക്കുന്നു. ഞങ്ങളെ ആക്ഷേപിക്കുന്നു. 230 രൂപ കൂലി അത് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ പുറക്കില്ല, കേരള സമൂഹം പുറക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ആലപ്പുഴയിൽ
എറണാകുളത്ത്, കാസർഗോഡ് എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വിജയത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സമരത്തോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇല്ലെങ്കിലും ഈ സമരത്തിന് വലിയ രാഷ്ട്രീയമുണ്ട്. അത് സ്ത്രീയുടെ കൊടുങ്ങലിനെ അന്ന് 10:30 ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ചയ്ക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2-3 പേർ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ കണ്ടില്ലേ? രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. എന്ത് രാഷ്ട്രീയം? നിങ്ങളല്ലേ പറയുന്നത്? വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഇത്രയും ഈ സമരത്തെ എതിർത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സമരം ന്യായമാണ്, ഈ സമൂഹം ഒന്നല്ലെങ്കിൽ ഈ സമരത്തെ പിന്തുണയ്ക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തി. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരോഗ്യമന്ത്രിയോട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി പറയുന്നത് ആശമാരെ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്, ആശമാർക്ക് വളരെയധികം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ഈ ചേർത്ത് പിടിക്കലും ലോകത്തിനോട് വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് പിടിവാശിയാണ്, ദുർശാഠ്യമാണ്. അതേപോലെ സമരം ചെയ്തിരിക്കുന്ന അംഗനവാടിക്കാര് ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് ഗവൺമെന്റ് അവരെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നത് കണ്ടുകൊണ്ട് 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ടു. എന്താണ് ആശമാർക്ക് ഇത്ര ഈ മുടി മുറിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു സൈബർ പോരാളി, മുടിയല്ല തല മുറിച്ചാലും നിങ്ങൾ 1 രൂപ പോലും ഞങ്ങൾ തരില്ല എന്ന് ഈ സർക്കാരിന്റെ സൈബർ പോരാളികൾ പല പ്രാവശ്യവും മെസ്സേജ് ഇട്ടത് ഈ ലോകം മുഴുവനും വായിച്ചിട്ടുണ്ട്. ശരിയാ, ഞങ്ങൾ തല മുറിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ അംഗീകരിച്ചിട്ട് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി തരേണ്ടതാണ്. കാരണം 2001 അധികാരത്തിൽ വരുന്ന സമയത്തുള്ള മാനിഫെസ്റ്റോയിലാണ് ഈ മിനിമം വേജ് 700 രൂപ ആശമാർക്കാവും ആക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നും ധനകാര്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല. കുറെ എന്താണ് സൈബർ പോരാളികളാണ് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ. കാരണം അവർക്കറിയാം ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സത്യം പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ടത്